കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല. കയ്യിൽ ആയുധവുമായി എത്തിയവരെ മാത്രമല്ല, കയ്യിൽ ആയുധം വെച്ചു കൊടുത്ത തലച്ചോറുകളുടെ പിറകെ പായണം, പകരം ചോദിക്കണം. അധിനിവേശവും കുടിയേറ്റവും പലായനവും ഇല്ലാത്ത ലോക ചരിത്രത്തെ അടയാളപ്പെടുത്താനാകില്ല. സ്വരുക്കൂട്ടിയതെല്ലാം തോളിലേറ്റി നാടുകടത്തപ്പെടുന്നവർ ഏതൊരു ഭൂമികയിലും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ നിസ്സഹായതയുടെ നേർക്കാഴ്ചയുണ്ട് ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തികളിൽ. കുട്ടികളും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന ചെറു സംഘങ്ങൾ തോർഖാം, സ്പിൻ ബോൾഡാക് അതിർത്തികളിലൂടെ നീങ്ങുകയാണ്. 2023 മുതൽ കാണുന്നതാണ് ഈ കുടിയിറക്ക്. സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ട് 2 വർഷമാകുന്നു. സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ 2025 ഏപ്രിൽ 1 വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. ഈദിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏപ്രിൽ 10 വരെ നീട്ടി നൽകി. ഈ വർഷം 30 ലക്ഷം അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. അനുവദിച്ച സമയം കഴിയും മുൻപ് എങ്ങോട്ടെന്നില്ലാതെ യാത്ര തിരിച്ചവരാണ് പലരും. അഫ്ഗാൻ അഭയാർത്ഥികളെങ്കിലും പലരും പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണ്. കലുഷിതമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലും ജീവൻ കയ്യിൽ പിടിച്ച് ഇവിടം വരെ ഓടിയെത്തിയവർ. 2023 താലിബാൻ അധിനിവേശത്തിന് ശേഷം അവിടെ നിന്നെത്തിയവരുമുണ്ട്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന പാകിസ്ഥാനിൽ അഫ്ഗാനികൾക്കെതിരായ പീഡനങ്ങളും കൊള്ളയടിക്കലുകളും തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിന് പിന്നാലെയാണ് ദാക്ഷിണ്യമില്ലാത്ത കൂട്ടപ്പുറത്താക്കലും. താലിബാനും ഐക്യരാഷ്ട്ര സംഘടനയും മറ്റു മനുഷ്യാവകാശ സംഘടനകളും എതിർപ്പറിയിച്ചിട്ടും തീരുമാനവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോവുകയാണ്. കുടിയിറക്ക് ഭീഷണി വന്നതിനു ശേഷം ഇതുവരെ 85,000 അഫ്ഗാൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. ശേഷിക്കുന്നവരിൽ 13,44,584 പേർക്ക് രജിസ്ട്രേഷൻ കാർഡുകളുണ്ട്. 8,07,402 പേർക്ക് അഫ്ഗാൻ പൗരത്വ കാർഡുകളുമുണ്ട്. ഒരു രേഖ പോലുമില്ലാത്ത 10 ലക്ഷം അഫ്ഗാനികളുമുണ്ട്. രജിസ്ട്രേഷൻ രേഖകളുള്ളവർക്ക് ജൂൺ 30 വരെ പാകിസ്ഥാനിൽ തുടരാം. അഭയാർത്ഥികൾക്കുള്ള സഹായ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ 20,000 അഫ്ഗാനികൾ ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ്. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ റെഫ്യൂജി ഏജൻസിയോ താലിബാൻ സർക്കാരിനെയോ ഉൾപ്പെടുത്താതെ പാകിസ്ഥാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നെന്നും ആക്ഷേപമുണ്ട്. താലിബാൻ പീഡനങ്ങൾ സഹിക്കാനാവാതെ രക്ഷപ്പെട്ടവരെ അതേ രാജ്യത്തേക്ക് പോകാൻ നിർബന്ധിക്കുന്നതിനെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അപലപിച്ചു. പിറന്ന നാടും വളർന്ന മണ്ണും ഉപേക്ഷിച്ചുള്ള നാടോടി ജീവിതം. ലക്ഷ്യമില്ലാത്ത ഈ യാത്രയിൽ അവർക്ക് അഭയമൊരുങ്ങട്ടെ എന്നാശിക്കാം, പ്രാർത്ഥിക്കാം. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ആഘോഷങ്ങളും അന്തഃപുര രഹസ്യങ്ങളും എന്നും ലോകത്തിന് കൗതുകമാണ്. രാജകുടുംബത്തിലെ വിവാഹവും ദാമ്പത്യവും വിവാഹമോചനവും അണിയറ കഥകളും മരണവുമെല്ലാം. വർഷങ്ങളോളം മാധ്യമങ്ങളുടെ ഗോസിപ്പ് കോളങ്ങൾ നിറച്ച 2 പേരുകളാണ് ചാൾസും കാമിലയും. സംഭവ ബഹുലമായ പ്രണയത്തിനും വിവാഹത്തിനും ഇക്കൊല്ലം 2 പതിറ്റാണ്ട് തികയുകയാണ്. 20ാം വിവാഹ വാർഷിക ആഘോഷങ്ങളിലാണ് ചാൾസ് മൂന്നാമനും പത്നി കാമിലയും. റോമിലെത്തിയ ഇരുവർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ വിവാഹ വാർഷിക ആശംസകൾ നേർന്നു. ഏപ്രിൽ 9, 2005 ചിരിക്കുന്ന കണ്ണുകളുള്ള കാമില ചാൾസിന്റെ കൈപിടിച്ച് വിൻസർ ഗിൽഡ് ഹാളിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വന്ന ദിനം. ഇരുവരുടെയും സൗഹൃദത്തിനും പ്രണയത്തിനും 50 വർഷത്തെ കഥ പറയാനുണ്ട്. വിൻസർ ഗ്രേറ്റ് പാർക്കിൽ ഒരു പോളോ മാച്ചിനിടെ ഇരുവരും ആദ്യം കണ്ടുമുട്ടുന്നത് 1970. ആ സൗഹൃദം വളർന്നു. ആ സമയത്താണ് റോയൽ നേവിയുടെ യുവ ഓഫീസറായ ചാൾസിന് 8 മാസത്തെ നാവിക ദൗത്യവുമായി കടൽ യാത്ര. മടങ്ങിയെത്തിയപ്പോൾ കാമിലയുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്നു. വരൻ ആർമി ഓഫീസർ ആൻഡ്രൂ പാർക്കർ ബൗൾസ്. ചാൾസിന്റെ ജീവിതത്തിലേക്ക് ഡയാനയും. പക്ഷേ ചാൾസിന്റെ മനസ്സിലെ റോയൽ റൊമാൻസിൽ അപ്പോഴും കാമിലയുണ്ടായിരുന്നു. ലോകം അമ്പരന്ന അത്യാഡംബര വിവാഹത്തിനു പക്ഷേ മുന്നോട്ടുള്ള വഴികൾ അസ്വാരസ്യങ്ങളിലൂടെയായിരുന്നു. ചാൾസിന്റെ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഡയാന രാജകുമാരിയുമായുള്ള പൊരുത്തക്കേടിന്റെയും കാമില പാർക്കർ ബൗൾസുമായിട്ടുള്ള വിവാഹേതര ബന്ധവും വാർത്തകളിൽ നിറഞ്ഞു. 1992 ചാൾസും ഡയാനയും വേർപിരിഞ്ഞു.
തൊണ്ണൂറ്റിയഞ്ചിൽ കാമിലയും ആൻഡ്രൂവും വിവാഹമോചിതരുമായി. പാരീസിലെ കാർ അപകടവും ഡയാന രാജകുമാരിയുടെ മരണവുമെല്ലാം ചരിത്രം. കൈപ്പേറിയ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് വിട. ചാൾസ് കാമില വിവാഹ ജീവിത അധ്യായത്തിന് ഇപ്പോൾ 20ന്റെ മധുരമാണ്. ഈ വർഷത്തെ ആദ്യ വിദേശ സന്ദർശനത്തിലാണ് ചാൾസും കാമിലയും. ഇറ്റലിയിലെത്തിയ ചാൾസിനെയും കാമിലയെയും പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇത്തവണ വിവാഹ വാർഷികത്തിൽ റൊമാന്റിക് ഡിന്നറില്ല. റോമിലെ ക്യൂർനെയിൽ കൊട്ടാരത്തിലായിരുന്നു വിവാഹ വാർഷിക ദിനത്തിൽ ഇരുവർക്കും അത്താഴവിരുന്ന്. ഇറ്റാലിയൻ പ്രസിഡന്റിനൊപ്പം നാടക വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഷേക്സ്പിയറിന്റെ ഒഥല്ലോ കണ്ടു. പിന്നീട് ഇറ്റാലിയൻ പാർലമെന്റിൽ ചരിത്രപരമായ പ്രസംഗം. Il momento è ancora più speciale per entrambi. ചാൾസിനും കാമിലയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ആശംസകൾ നേർന്നു. 20 മിനിറ്റോളം സ്വകാര്യ കൂടിക്കാഴ്ച. പരസ്പരം സമ്മാനങ്ങൾ കൈമാറി. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവൻ കൂടിയാണ് ചാൾസ് രാജാവ്. 2017ലും 2019ലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ ചാൾസ് എത്തിയിരുന്നു. വയസ്സിലാണ് കിങ് ചാൾസ് മൂന്നാമൻ രാജപദവി ഏറ്റെടുത്തത്. അധികാരത്തിലെത്താൻ ഏറ്റവും കൂടുതൽ കാലം കാത്തിരുന്ന കിരീടാവകാശി. കാത്തിരുന്ന് കിട്ടുന്നതെന്തിനും മധുരം കൂടുമെന്നാണല്ലോ. കാമിലയ്ക്കും അങ്ങനെയാകട്ടെ. സ്വപ്നസഞ്ചാരികളുടെ പറുദീസയാണ് ആൽപ്സ്. കണ്ണെത്താ ദൂരത്തോളം വിശാലമായ മഞ്ഞുപാളികൾ പൊതിഞ്ഞ മലനിരകൾ. സാഹസിക യാത്രക്കിടെ മഞ്ഞുമലയിൽ കുടുങ്ങി അപകടത്തിൽ പെടുന്നവർ നിരവധിയാണ്. അങ്ങനെ ആൽപ്സിൽ കുടുങ്ങുന്നവർക്ക് ഒരു രക്ഷകനുണ്ട്, സെൻ. സെന്നിന് 5 വയസ്സാണ് പ്രായം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ ഗമയുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് പക്ഷേ ജാടയ്ക്കല്ല, മഞ്ഞ് വീഴാതിരിക്കാനും സൂര്യപ്രകാശം തട്ടാതിരിക്കാനുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2300 അടി ഉയരത്തിൽ ആൽപ്സിൽ ഇവനാണ് താരം. മഞ്ഞിൽ പുതഞ്ഞ് കാൽ തെറ്റി ചെരുവിലേക്ക് പതിച്ചാൽ, മഞ്ഞിൽ പുതഞ്ഞ് മൂടിപ്പോയാൽ അപകടത്തിലായവരെ മണം പിടിച്ച് കണ്ടെത്തും സെൻ. അവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റും. മൗണ്ടെയിൻ റെസ്ക്യൂ നായ്ക്കളിലെ വെറ്ററനാണ് ഇവൻ. പൗലോബിസയാണ് സെന്നിന്റെ പരിപാലകൻ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇപ്പോൾ അതിശൈത്യം പതിവാണ്, ഹിമപാതവും. ഈ അവസരങ്ങളിലെല്ലാം ഇവരാണ് ആശ്രയം. ചോപ്പറിൽ പറന്നിറങ്ങി കഴിഞ്ഞ വാരം സെൻ രക്ഷിച്ചത് 3 സ്കൈയേഴ്സിനെയാണ്. 2023 മാത്രം ഇവൻ പങ്കെടുത്തത് 168 ദൗത്യങ്ങളിൽ. ഇപ്പോൾ മറ്റ് 20 നായ്ക്കൾക്ക് പരിശീലനം നൽകാനുള്ള ചുമതലയും സെന്നിനാണ്. ഏതാനും വർഷങ്ങളായി നടത്തിയ പഠനങ്ങളിൽ മലനിരയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞിന്റെ തോത് കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത തോതിലുള്ള മഞ്ഞുരുകൾ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുന്നു. തണുപ്പ് കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് കഴിയുന്ന ആൽപ്സിലെ തനത് സസ്യങ്ങളും ഭീഷണിയിലാണ്. സാഹസിക വിനോദങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ആൽപ്സ്. ദുർഘടമായ ആൽപ്സ് പർവ്വത നിരകളിലൂടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് സെൻ ഒരു ആത്മവിശ്വാസമാണ്.